ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി തികച്ചും ഒരു ബോറിംഗ് ആയി പോയി എന്ന് കരുതിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ ശരിക്കും ആ ഒരു ഭയങ്കര ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി എന്താണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ബോറാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തപ്പോൾ അതിലും ദേ പിടിച്ചിടുന്നു അനുമോളെ. ഈ അനുമോളുടെ PR ആണ് എന്ന് എന്നെ പലരും പറയുന്നതായിട്ട് ഞാൻ കമന്റിൽ കണ്ടു. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് അനുമോൾ ഇങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ അനുമോളെ വെച്ച് മറ്റുള്ളൊരു കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ എനിക്കിപ്പം അനുമോളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സംഭവം ഇന്ന് കൊടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നെവിന് വേണ്ടിയിട്ടാണ് ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്തത്. അത് എന്തിനെന്ന് എനിക്കറിയില്ല. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പാട്ട് രൂപേണ പറയുന്ന ഒരാളെ വോട്ട് ചെയ്യാനായിട്ട് പ്രേക്ഷകരെടുത്ത് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ കൂടുതൽ പറഞ്ഞത് നെവിൻ്റെ പേരാണ്. അതുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് നെവിനാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പറഞ്ഞത്. ആദ്യം തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനൊരു സംഭവം നടന്നിരുന്നോ? ഞാൻ എവിടെയും അറിഞ്ഞില്ല. എനിക്കറിവ് കിട്ടാഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഓരോരുത്തരും നെവിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് 2 ചോദ്യം ചോദിക്കണം. ചോദ്യങ്ങൾക്ക് നെവിൻ പാട്ട് രൂപേണ ഉത്തരം പറയണം. നമ്മളത് കേൾക്കുമ്പോൾ ആദ്യം ഓക്കെ, ഒരു നൈസ് ആക്ടിവിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ബോറിംഗ് ആണ്. കാരണം നമുക്ക് പ്രത്യേകിച്ചൊന്നും കേൾക്കാനൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഒരു ഫണ്ണോ എൻ്റർടൈൻമെൻറ്റോ ഒന്നും തോന്നത്തില്ല. ഒട്ടും എൻ്റർടൈൻമെൻ്റ് ആയിരുന്നില്ല. പക്ഷെ നെവിൻ രാവിലത്തെ കോഫിയുടെ അടിയോ മറ്റു പ്രശ്നമോ വെച്ചിട്ടായിരിക്കാം. അത് എന്താണെന്നുള്ളത് നെവിൻ പിന്നെ ശൈത്യയെടുത്ത് പറയുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഈ ഒരു ആക്ടിവിറ്റി തുടക്കം തൊട്ട് അവസാനം വരെ ആരെന്ത് ചോദിച്ചാലും അത് അനുമോൾക്കിട്ട് പണി കൊടുത്തോണ്ടിരുന്നു. അതായത് ഈ വീട്ടിലെ കള്ളി ആരാണ്, ഈ വീട്ടില് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നക്കാരി ആരാണ്, ഇവൻ പറയുന്നതിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചത്, സ്വന്തമായിട്ട് കുഴി തോണ്ടി ആ കുഴിക്കകത്ത് വീഴുന്നതാണ് അനുമോളുടെ സ്വഭാവം. ഡ്രാമയൊക്കെ ഒരുപാട് കാണിച്ചിട്ട് ഞാൻ ഡ്രാമ ക്യൂൻ അല്ല എന്ന് പറയുന്നു, ക്യൂട്ട്നെസ് വാരിയിടുന്നു, പിന്നെ അതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ പോയിരുന്ന് കരഞ്ഞ് മെഴുകുന്നു, പിന്നെ ചുമ്മാ കിടന്ന് ബഹളം വെക്കുന്നു. അറ്റ് ദ സെയിം ടൈം ജിസേലിനെ കള്ളീന്നും കാപ്പിക്കള്ളീന്നും ഒക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അത് പറയുന്നതിൻ്റെ ഒരു ടോൺ ഉണ്ടല്ലോ, അത് ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോഴും അതിന് ആൻസർ ആയിട്ട് നെവിൻ പറഞ്ഞത് ജിസേലിൻ്റെ പേരാണ്. ജിസേലിനെ അങ്ങനെ ഭയങ്കരമായിട്ട് സോപ്പിട്ട് സംസാരിക്കുന്നതും, ഈവൻ ഒരുപാട് ഇഷ്ടമുള്ളത് ആരെന്ന് ചോദിക്കുമ്പോൾ ജിസേലിനെ പാട്ട് രൂപേണ ഒരുമാതിരി പൂച്ച മ്യാവ് മ്യാവ് പറയുന്ന കണക്ക് എന്തൊക്കെയോ പറഞ്ഞു. ജിസേലിനത് മനസ്സിലാവുന്നുണ്ട്. ജിസേൽ അന്നേരം കിസ് ചെയ്യുന്നുണ്ട്, മീൻസ് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്ന കണക്ക് ജിസേല് നെവിന് കിസ് കൊടുക്കുന്നുണ്ട്. ജിസേലും അനുമോളും ഇന്ന് അടുത്തടുത്താണ് ഇരുന്നത്. സാധാരണ അനുമോൾ ഈ മോർണിംഗ് ആക്ടിവിറ്റി വരുന്ന സമയത്ത് കുറച്ചധികം ദൂരെയായിട്ട് ഇവരിൽ നിന്ന് മാറിയാണ് ഇരിക്കാറ്. പക്ഷെ തുടക്കം തൊട്ട് ഒരു ആവശ്യവുമില്ലാതെ അനുമോളെ ഇങ്ങനെ ഹറാസ് ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ നല്ല ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. എല്ലാവർക്കും അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ വരുത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ജിസേലും റെന ഫാത്തിമയും അതുപോലെ ഈ നെവിൻ, ആര്യൻ, ഇവരെല്ലാവരും കൂടെ കോർണർ ചെയ്യുന്നത് അനുമോൾക്ക് ആയതുകൊണ്ട് തന്നെ അനുമോൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫേസ് അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നെവിൻ ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ രാവിലെ ആര്യനും നെവിനും ഒക്കെ ജിസേലിനെ ഒരു കാര്യമില്ലാതെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ അനുമോൾ കുറെ കൂടെ സ്റ്റഡി ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അനുമോൾ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ വ്യക്തി ഉണ്ടല്ലോ, അതായത് ഈ ബിഗ് ബോസിന് പുറത്തുള്ള ഒരു അനുമോൾ ഉണ്ടല്ലോ, ആ ഒരു വ്യക്തിക്ക് ഇതൊരു ലൈഫിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ അതിനുശേഷം ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വീണ്ടും അനുമോൾ വരുമ്പോൾ അനുമോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വഴക്ക് അവിടെ ഉണ്ടാക്കിയില്ല. പകരം ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നെവിൻ. അപ്പൊ ബാക്കി ഉള്ളി എന്ത് തൊലിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അനുമോൾ അത് സംസാരം കുറച്ച് ഉള്ളിലുണ്ട്, ആ ഒരു ദേഷ്യമുണ്ട്. അനുമോൾ അത് പുറത്ത് കാണിക്കാതെ പിടിച്ചു വെച്ചേക്കുവാണ്. അപ്പൊ ശൈത്യ ഈ പറയുന്ന നെവിൻ, ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുന്ന നെവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നെവിൻ ഒരു റീസൺ പറയുന്നുണ്ട്. അതായത് ഒരു ദിവസം അനുമോള് എന്തോ ഒരു മോശം വാക്ക്, ആ മോശം വാക്ക് എന്തെന്നുള്ളത് ബിഗ് ബോസ് കുറച്ചൊന്നും മ്യൂട്ട് ചെയ്ത് കേൾപ്പിച്ചില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ട്രാൻസ്മെൻ എന്നുള്ള ട്രാൻസ് വുമൺ ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ എന്തോ പറഞ്ഞത് കൊണ്ടാണ്. അതായത് നെവിൻ ഒരു ഫെമിനിൻ ടച്ചിലാണ് നെവിൻ നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, നെവിനെ കുറിച്ച് അനുമോൾ കുറ്റം പറഞ്ഞിട്ടുള്ളത് ശരിക്കും ശൈത്യ അടുത്തൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോഴൊക്കെ ഈ നെവിൻ്റെ സംസാരവും രീതിയും, പിന്നെ അതുപോലെ ബിഗ് ബോസിനോടും ഒരിക്കൽ നോമിനേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഇത് എപ്പോഴോ അനുമോള് തന്നെ എന്തോ പറഞ്ഞത് നേരിട്ട് കേട്ടതിൻ്റെ ഒരു ഷോക്ക് നെവിൻ അവിടെ എക്സ്പ്രസ് ചെയ്യാണ്. അത് ശൈത്യയോട് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. അതായത് എന്തോ ഒരു വാക്ക് തന്നെ വിളിച്ചു, തനിക്കത് ഭയങ്കര വിഷമം ഉണ്ടായി, പക്ഷെ ഞാൻ വഴക്കിനൊന്നും പോയില്ല. അങ്ങനെ അന്ന് ആ ചെയ്തതിൻ്റെ പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ തകർത്തു കൊടുത്തതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലാണ് താക്കോല് കിട്ടിയത്
എന്നിങ്ങനെ നെവിൻ പറയുന്നുണ്ട്. പിന്നെ തമാശയായിട്ട് അവിടെ അക്ബറിന്റെ അടുത്തും ജിസേലിന്റെ അടുത്തും ഒക്കെ അവിടെ പോയിരുന്ന് പറയുന്നുണ്ട്, ഇന്ന് എന്റെ കയ്യിൽ കിട്ടിയ താക്കോല് ബിഗ് ബോസ് നാളെ അനുമോളുടെ കയ്യിൽ കൊടുത്താൽ എന്റെ കാര്യം തീർന്ന് എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. പക്ഷെ എനിക്കിതൊരു വലിയ കോണ്ടന്റ് ആയിട്ട് തോന്നാനുള്ള റീസൺ എന്ന് വെച്ചാൽ അടുത്ത ഒരു അടിക്ക് മിക്കവാറും കാരണമാകുന്നത് നെവിന്റെ ഈ ഒരു ടോക്കാണ്. ഓൾറെഡി അനുമോള് രാവിലെ ജിസേലിനെ ഒരു കാര്യവുമില്ലാതെ നെവിൻ സപ്പോർട്ട് ചെയ്തതും പിന്നെ ജിസേലിൻ്റെ അടുത്തുള്ള നെവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഒരു അതിനെ നമ്മൾ പ്രോക്സിമിറ്റി എന്നൊക്കെ പറയും. ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ നമുക്ക് ഭയങ്കര ക്ലോസ്നെസ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഹഗ് ചെയ്യും, തൊടും, കെട്ടിപ്പിടിക്കും, പിടിച്ചുകൊണ്ട് നിൽക്കും, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ബട്ട് ഈ ഒരു 3 വീക്കിനകത്ത് ജിസേലിനോട് മാത്രം ജിസേൽ ഒരു സുന്ദരിയാണ്, ജിസേൽ അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ജിസേൽ ഹോട്ടാണ്, സെക്സിയാണ് എന്നൊക്കെ നെവിൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തരത്തിൽ പറഞ്ഞാൽ അത് കുറച്ച് മിസ്ബിഹേവിങ് ആണ്. മിസ്ബിഹേവ് ചെയ്തു എന്ന് ജിസേലിന് തോന്നിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ജിസേലിന് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് നോ പ്രോബ്ലം. ബട്ട് അത് മറ്റുള്ളവരത് കാണുമ്പോഴത്തേക്കും നെവിൻ എന്താ അവളെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നേ എന്നുള്ളൊരു സംസാരം വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഇത് ബിഗ് ബോസ് ആണ്. അപ്പോൾ ഏതായാലും ശരി, നെവിൻ്റെ ഈ ഒരു പ്രവൃത്തികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ശൈത്യ എടുത്ത് ഈ പറഞ്ഞ കാര്യം അനുമോൾ എന്തോ തന്നെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സീരിയൽ ഗ്രാൻഡ്മ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.